ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. NCCയുടെ വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. പ്രചാരണ രംഗത്ത് സജീവമായി മുതിർന്ന നേതാക്കൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മസ്കറ്റിലെത്തും. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കടുവ ആക്രമണത്തെ തുടർന്ന് വയനാട് മാനന്തവാടി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ രാവിലെ മുതൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുന്നു. ഹോക്കി ഇന്ത്യ ലീഗ് വനിതാ കിരീടം ഒഡീഷ വാരിയേഴ്സിന്. ISLൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന NCCയുടെ വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. യുവശക്തി വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രാഷ്ട്ര നിർമ്മാണത്തോടുള്ള NCCയുടെ പ്രതിബദ്ധത പ്രകടമാക്കി 800-ലധികം കേഡറ്റുകൾ പങ്കെടുക്കുന്ന സാംസ്കാരിക പരിപാടിയും അരങ്ങേറും. 18 രാജ്യങ്ങളിൽ നിന്നുള്ള 144 കേഡറ്റുകളും പരിപാടിയുടെ ഭാഗമാകും. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ നിലവിൽ വരും. ഭരണാനുമതിയും ഔദ്യോഗിക പരിശീലനവും ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വ്യക്തിഗത സിവിൽ നിയമങ്ങൾ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത്. ഇതോടെ ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി മാറും ഉത്തരാഖണ്ഡ്. മഹാകുംഭമേളയോടനുബന്ധിച്ച് പ്രയാഗ്രാജിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. മറ്റന്നാൾ നടക്കുന്ന മൌനി അമാവാസി ദിനത്തിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അടിയന്തര സേവനങ്ങൾക്കായി ദ്രുതകർമ്മ സേനയെയും നിയോഗിച്ചു. മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെത്തും. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്യുന്ന അദ്ദേഹം നിരവധി സന്യാസിമാരുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ ജനങ്ങൾ ചെയ്യുന്ന പ്രചോദനാത്മകമായ പ്രവർത്തനങ്ങൾ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിലെ ആകാശവാണി ഭവനിൽ 76ാമത് റിപ്പബ്ലിക് ദിന പരേഡിലെ വിശിഷ്ടാതിഥികളുമായി ഇന്നലെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 139 വിശിഷ്ടാതിഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. मन की बात के जरिए से समाज में जो बहुत अच्छा काम होता है और समाज के लिए उपयोगी कार्य जो होता है उसको माननीय प्रधानमंत्री जी ने दुनिया भर में पहुंचाने की बहुत बड़ी संकल्प लिया है. बहुत बड़ा एक यज्ञ कर रहे हैं. आज मन की बात में जिनका उल्लेख हुआ है वो सभी आज यहाँ सम्मिलित हुए. बहुत अच्छा लगा सबसे मिलके, उनकी बात सुन के, और किस तरह से प्रधानमंत्री जी के उल्लेख से उनके जीवन में एक नई प्रेरणा आई वो आज जान के अच्छा लगा. കർഷകരുടെ ശാക്തീകരണത്തിനും സമൃദ്ധിക്കും വേണ്ടി സർക്കാർ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ 76ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക ക്ഷണിതാക്കളായ കർഷകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് നേരിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും പരമാവധി ലാഭം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഫാം ടു കൺസ്യൂമർ മോഡൽ നടപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയിലെത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി ഇന്ന് ബീജിംഗിൽ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും. 1.5 മാസത്തിനിടെ ചൈനയിലേക്കുള്ള അദ്ദേഹത്തിന്റെ 2ാമത്തെ സന്ദർശനമാണിത്. സമവായത്തിലെത്തിയ തീരുമാനങ്ങൾ നടപ്പിലാക്കുക, ആരോഗ്യകരമായ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുക ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യുന്നതിനാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റാലികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുത്തു. നരേലയിൽ ഇന്നലെ നടന്ന റാലിയെ മുതിർന്ന BJP നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത്ഷാ അഭിസംബോധന ചെയ്തു. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വിയും ഇന്നലെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു. 70 അംഗ ഡൽഹി നിയമസഭയിലേക്ക് അടുത്ത മാസം 5-നാണ് വോട്ടെടുപ്പ്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയ്ക്ക് കൈമാറാനുള്ള US സുപ്രീം കോടതിയുടെ തീരുമാനം രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ വിജയമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. തഹാവൂർ റാണ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജി US സുപ്രീം കോടതി തള്ളിയതിനെ തുടർന്നാണ് നടപടി. ഇപ്പോൾ ലോസ് ഏഞ്ചലസിലുള്ള റാണയെ വീണ്ടും വിചാരണ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ സർക്കാർ ആരംഭിച്ചതായി അദ്ദേഹം പറഞ്ഞു.
കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലെത്തും. 11ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രി ഖായിസ് ബിൻ മുഹമ്മദ് ബിൻ മൂസ അൽ യൂസഫുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ആഗോള സാമ്പത്തിക സ്ഥിതി എന്നിവയിൽ ചർച്ചകൾ നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കോഴിക്കോട് തിക്കൊടി കടപ്പുറത്ത് ശക്തമായ തിരയിൽപ്പെട്ട് 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ മരിച്ചു. വയനാട് കൽപ്പറ്റയിൽ നിന്നുള്ള വിനോദയാത്രാ സംഘത്തിലെ 5 പേരാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരു സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 26 പേരടങ്ങുന്ന സംഘമാണ് വിനോദയാത്രയ്ക്കായി എത്തിയത്. ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കും. വന്യജീവി ആക്രമണത്തെ തുടർന്ന് മാനന്തവാടി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുന്നു. രാവിലെ 6 മണി മുതൽ 48 മണിക്കൂറാണ് കർഫ്യൂ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയ കടുവയെ വെടിവെച്ച് പിടികൂടുവാൻ ഊർജിത ശ്രമം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സീനിയർ വെറ്ററിനറി സർജൻ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൌത്യ സംഘം രാവിലെ തന്നെ കടുവയ്ക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചു. പ്രദേശത്ത് കർഫ്യൂവും ഏർപ്പെടുത്തി. മാനന്തവാടി നഗരസഭാ പരിധിയിലെ പഞ്ചാരക്കൊല്ലി ഡിവിഷനിലെ മേലെ ചിറക്കര, പിലാക്കാവ് 3-ാം ഭാഗം, മണിയൻകുന്ന് പ്രദേശം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നത്. 10 സംഘങ്ങളെ തിരിഞ്ഞ് RRTയുടെ നേതൃത്വത്തിൽ തണ്ടർ ബോൾട്ടിന്റെ പ്രത്യേക സംഘവും തിരച്ചിലിനായി എത്തിയിട്ടുണ്ട്. പ്രദേശത്തിറങ്ങിയ കടുവ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചതോടെ ഏത് വിധേനയും കടുവയെ പിടികൂടാനുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു കടുവയെ വെടിവെച്ചു കൊല്ലാൻ സർക്കാർ ഉത്തരവിറക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കടകൾ ഉൾപ്പെടെ പ്രവർത്തിക്കില്ല. PSC ഉൾപ്പെടെ പരീക്ഷകൾക്ക് അത്യാവശ്യമായി പോകേണ്ടവർ ഡിവിഷനിലെ കൌൺസിലറുമായി ബന്ധപ്പെട്ട് ആവശ്യമായ ക്രമീകരണം നടത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിൽ റേഷൻ വ്യാപാരികൾ ഇന്ന് പ്രഖ്യാപിച്ച സമരം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വ്യാപാരികൾക്ക് അനുകൂലമായ നിരവധി നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും വേതന പരിഷ്കാരം അടക്കമുള്ളവ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടികളും കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹോക്കി ഇന്ത്യ ലീഗ് വനിതാ കിരീടം ഒഡീഷ വാരിയേഴ്സിന്. ഇന്നലെ നടന്ന മത്സരത്തിൽ JSW സൂർമ ഹോക്കി ക്ലബിനെ 2-1 പരാജയപ്പെടുത്തിയാണ് ഒഡീഷയുടെ കിരീട നേട്ടം. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ മത്സരത്തിൽ ഷാച്ചി റാർ ബംഗാൾ ടൈഗേഴ്സ് ഡൽഹി SG പൈപ്പേഴ്സുമായി ഏറ്റുമുട്ടും. മറ്റൊരു മത്സരത്തിൽ JSW സൂർമ ഹോക്കി ക്ലബ് വേദാന്ത കലിംഗ ലാൻസേഴ്സുമായി മത്സരിക്കും. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ മുഹമ്മദൻ SCക്കെതിരെ മുംബൈ സിറ്റി FCക്ക് എതിരില്ലാത്ത 3 ഗോൾ ജയം. ജയത്തോടെ 17 മത്സരങ്ങളിൽ നിന്ന് 27 പോയിന്റുമായി മുംബൈ 5-ാം സ്ഥാനത്തെത്തി. ഇന്ന് കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബംഗളൂരു FCയെ നേരിടും. വൈകുന്നേരം 7:30 മത്സരം. ഖേലോ ഇന്ത്യ ശീതകാല ഗെയിംസ് 2025ന്റെ ആദ്യഘട്ടം ഇന്ന് അവസാനിക്കും. ലഡാക്കിലെ ലേയിൽ ഈ മാസം 23-നാണ് ആദ്യഘട്ട ഗെയിംസിന് തുടക്കമായത്. മെഡൽ പട്ടികയിൽ മഹാരാഷ്ട്ര 1-ാം സ്ഥാനത്തും ലഡാക്ക് 2-ാം സ്ഥാനത്തുമാണ്. 2-ാം ഘട്ടം ജമ്മു കശ്മീരിൽ ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കും. ടെന്നീസിൽ ലോക 1-ാം നമ്പർ താരം ഇറ്റലിയുടെ ജാനിക് സിനർ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കി. ഫൈനലിൽ അലക്സാണ്ടർ സ്വരേവിനെ 6-3, 7-6, 6-3 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. വനിതാ ഡബിൾസിൽ അമേരിക്ക ചെക്ക് ജോഡി ടെയ്ലർ ടൗൺസെന്റ് കാറ്ററീന സിനിയോക്കോവ സഖ്യം കിരീടം നേടി. 76ാമത് റിപ്പബ്ലിക് ദിനം രാഷ്ട്രം പ്രൗഢോജ്വലമായി ആഘോഷിച്ചു. ഇന്നലെ രാവിലെ ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദേശീയ പതാക ഉയർത്തി. തുടർന്ന് രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും സൈനിക ശക്തിയും പ്രകടമായ റിപ്പബ്ലിക് ദിന പരേഡ് നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. NCCയുടെ വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുന്നു. പ്രചാരണ രംഗത്ത് സജീവമായി മുതിർന്ന നേതാക്കൾ. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് മസ്കറ്റിലെത്തും. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കടുവ ആക്രമണത്തെ തുടർന്ന് വയനാട് മാനന്തവാടി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ രാവിലെ മുതൽ ഏർപ്പെടുത്തിയ കർഫ്യൂ തുടരുന്നു. ഹോക്കി ഇന്ത്യ ലീഗ് വനിതാ കിരീടം ഒഡീഷ വാരിയേഴ്സിന്. ISLൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു FC പോരാട്ടം.